സാധ്യത കൂടുതൽ നമ്മൾ കൽപ്പിക്കുന്നത് അംസക്കാണ്. ജയസാദർ 100% സമാധാനിക്കാനാവും. കാലങ്ങളായിട്ട് കോൺഗ്രസ് ആണ് ഇവിടെ ജയിച്ചു വരുന്നത്. ഇത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. പൊന്നാനി മണ്ഡലത്തിലെ വിജയസാധ്യത സമുദായിക്കന്നെ. LDFിനാണ് സാധ്യത. LDF വരണം. അങ്ങനെ പാർട്ടി വൈസിലല്ല പറയുന്നത്. സമാധാനി ആണ് വിജയസാധനം ഇവിടെ കൂടുതൽ ഉണ്ടാവുക. പൊന്നാനി മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട 1977 മുതൽ ജനം മാറി ചിന്തിക്കാതെ ഹരിത പതാകയ്ക്ക് കീഴിൽ അടിയുറച്ച മണ്ഡലം. ഇത്തവണയും അത് ഒട്ടും പേടിയില്ലാതെ തന്നെ തങ്ങൾ കീഴടക്കും എന്ന് ലീഗ് പറയുമ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നത് അത്ര ചെറുതല്ലാത്ത പോരാളിയെ തന്നെയാണ്. മുൻപ് ലീഗിൽ പ്രവർത്തിച്ച ലീഗിന്റെ പോരാളിയായി പ്രവർത്തിച്ച KS ഹംസയെ 4 MLA-മാരാണ് LDFന് സ്വന്തമായി പൊന്നാനി മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ബാധ്യതയാണ് അവിടെ ജയിക്കുക എന്നത്. ലീഗ് തങ്ങൾക്ക് കിട്ടിയ ആ ഒരു മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്ന അടിയുറച്ച ലീഗും അട്ടിമറി ജയം പ്രതീക്ഷയുമായി CPM-ഉം ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അവിടെ മത്സരം കടുക്കുകയാണ്, മത്സരത്തിന്റെ ആരവങ്ങൾ മുറുകുകയാണ്. നമുക്ക് എന്തായാലും പൊന്നാനി മണ്ഡലത്തിലെ ജനങ്ങളോടൊന്ന് ചോദിച്ചറിയാം ആരാണ് അവരുടെ മനസ്സിൽ ജയിക്കുക എന്ന്. ആര് ജയിച്ചാലും ഗുണം ഉണ്ടായാൽ മതി. ഇതുവരെ ജയിച്ചവർക്ക് ഗുണമായിട്ടേ ഉള്ളൂ. ഇവിടെ പൊതുജനങ്ങൾക്ക് എന്താ ഗുണം ഉണ്ടായിട്ടുള്ളത്? എങ്കിലും ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ ആര് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? LDF ആണോ UDF ആണോ BJP ആണോ? ആര് വന്നാലും പൊതുജനങ്ങൾക്ക് ഗുണം ഉണ്ടാവണം, അത്രേ പറയുള്ളൂ. UDF. ഇവിടെ ലീഗിന്റെ ഒരു കോട്ട തന്നെയാണല്ലോ. അപ്പം ലീഗിന്റെ വോട്ടുകൾ മാറി മറിയാൻ സാധ്യതയുണ്ടോ? ലീഗിൻ്റെ കോട്ടൊക്കെ ഓൾമോസ്റ്റ് പോയിക്കാണ്. LDF വരാം, ലീഗും വരാം, ഏതാച്ചാൽ വരാം. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പൊന്നാനി മണ്ഡലത്തിലെ വിജയസാധ്യത സമുദായിക്കന്നെ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് ഇവിടെ അവർക്ക് മുൻതൂക്കമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് LDFിനാണ് സാധ്യത. ഒന്നുമല്ല, അവരാണല്ലോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒന്നും പറയാൻ വയ്യ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അങ്ങനെ പാർട്ടി വൈസിലല്ല പറയുന്നത്. സമാധാനി ആണ് വിജയസാധനം ഇവിടെ കൂടുതൽ ഉണ്ടാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആളുടെ ആളുകളുമായിട്ടുള്ള ഇടപാട്, ആ ഒരു ഇതുണ്ടല്ലോ ആളുകളുമായിട്ടുള്ള. പിന്നെ ആള് മുന്നേ നിന്നിരുന്ന മലപ്പുറം മണ്ഡലത്തിൽ ചെയ്ത വികസനങ്ങളൊക്കെ കൂടിയിട്ട് നോക്കുകയാണെങ്കിൽ സമാധാനിക്കാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഹംസ ലീഗിൽ നിന്ന് വന്നതാണ്, അറിയില്ല എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമാധാനിക്കാണ് അതിൻ്റെ സാധ്യത. ലീഗിന്റെ വോട്ടുകൾ മാറി മറിയാൻ സാധ്യതയുണ്ടോ? അങ്ങനെ കേൾവികളുണ്ട്, പക്ഷെ അതൊക്കെ വെറുതെയാണ്, സമച്ചുണ്ടാക്കിയ കഥകളാണ്. അങ്ങനെയൊന്നുമില്ല. അല്ല, ഒറ്റക്കെട്ടായിട്ട് തന്നെ ഞങ്ങൾ ഇത് ഈ ഇലക്ഷനെ നേരിടും. ജയസാദർ 100% സമാധാനിക്കാനാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പൊന്നാനി കാലാകാലങ്ങളായിട്ട് UDFന്റെ ഉറച്ച കോട്ടയാണ് ലോകസഭ. കഴിഞ്ഞ വർഷം ഏകദേശം 1 ലക്ഷത്തിൻ്റെ പുറത്തോടിനാണ് ET ജയിച്ചത്. എന്തായാലും ആ ഭൂരിപക്ഷത്തോടെ എന്തായാലും സമാധാനി പ്രാവശ്യം ലോകസഭയ്ക്ക് എന്തായാലും എത്തും. ഇവിടെ ലീഗിന്റെ വോട്ട് തന്നെയാണല്ലോ. അപ്പം ലീഗിന്റെ വോട്ടുകൾ മാറി പറയാൻ സാധ്യതയുണ്ടോ? ഇല്ലല്ല, ഇവിടെ അങ്ങനെ എന്തായാലും ലോകസഭ എന്തായാലും UDFന്റെ ഉറച്ച വോട്ട് തന്നെയാണത്. അങ്ങനെ ഏകദേശം ഒട്ടുമറിയ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പൊന്നാനി മലപ്പുറം ജില്ല രണ്ടും UDFന്റെ ഉറച്ച വോട്ട് തന്നെയാണ്. പൊന്നാനിയാലും ശരി, മലപ്പുറമായാലും ശരി. കാലങ്ങളായിട്ട് കോൺഗ്രസ് ആണ് ഇവിടെ ജയിച്ചു വരുന്നത്. ഇത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. ഇവിടെ ലീഗിന്റെ ഒരു കോട്ട തന്നെയാണല്ലോ. ലീഗിന്റെ വോട്ടുകൾ മാറി മറിയാൻ സാധ്യതയുണ്ടോ? ഇല്ലല്ല, ലീഗിന്റെ വോട്ട് ലീഗിന് തന്നെ ഉണ്ടാവും, മാറിയൊന്നുമില്ല. നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്നതാണ് പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ടാണ്? നമ്മുടെ പാർട്ടി അതായതുകൊണ്ട് സാധ്യത കൂടുതൽ നമ്മൾ കൽപ്പിക്കുന്നത് അംസക്കാണ്. സമാധാനിക്കായിരിക്കും. എന്തുകൊണ്ടാണ്? സമാധാനി ഒരു ലീഗിൻ്റെ ഒരാളല്ലേ, കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളല്ലേ, അങ്ങനെ സാധ്യത ഉണ്ട്. നമ്മുടെ ലീഗിന്റെ വോട്ടുകൾ മാറി മറിയാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാധ്യത ഇല്ല, എന്നാ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ ലീഗിന് ഓഫറുള്ള സീറ്റാണത്. അതാണ് 7 മണ്ഡലങ്ങളിൽ 3 UDF ആണെങ്കിലും 4 LDF ആണെങ്കിലും ആ 3 തന്നെ വളരെ ശക്തമായിട്ട് UDF മെജോറിറ്റിയുള്ള മണ്ഡലം. ഇത് ലീഗിന്റെ ഒരു വോട്ട് തന്നെയാണല്ലോ. ലീഗിന്റെ വോട്ടിന് ഇളകാത്ത വോട്ട് അത് ഇളകൂല. ലീഗിന്റെ വോട്ടുകൾ മാറി മറിയാൻ സാധ്യത ഇല്ല, അറിയില്ല. സമാധാനിക്ക് ഭൂരിപക്ഷം നന്നായിട്ടുണ്ടാവും. ഹംസ ജയിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതാണ്
LDF വരണം. ആ ഇപ്പോൾ നമ്മൾ അബ്ദുൽ സമദാനല്ലേ മത്സരിക്കുന്നത്, അയാളെന്നെ ജയിക്കുള്ളൂ. അവർക്കുള്ള ഭൂരിപക്ഷം ഇവിടെ ഉള്ളൂ. പക്ഷെ എന്നാലും ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അംസാനെ നിർത്തിയിട്ടുള്ള ഭൂരിപക്ഷം കുറയുന്നല്ലാണ് നമ്മൾ വിജയിക്കുന്നത്. എന്തുകൊണ്ടാണ് സമാധാനം ജയിക്കുന്നു പറയാൻ കാരണം? അവരുടെ പൊന്നാനി മണ്ഡലം അവരുടെ കുത്തകയാണ്. ഏതോ കാലത്ത് മുതലും അവർ ഈ രൂപീകരിച്ച കാലം മുതൽ അവരുടെ കയ്യിലാണ് അതുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഇത്രേ ഗുണം ചെയ്യുമെന്ന് നമുക്ക് അറിയണമല്ലേ. ലീഗിന്റെ വോട്ടുകൾ മാറി പറയാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ മുന്നത്തെ ടി മുഹമ്മദ് ബഷീർ മുന്നേ മത്സരിച്ച് കഴിഞ്ഞല്ല, അതിന് മുമ്പ് മത്സരിച്ചപ്പോൾ കുറച്ച് ഭൂരിപക്ഷം കുറഞ്ഞത്. അതുകൊണ്ട് പ്രാവശ്യം കുറയും. സമാധാനിയാകുമ്പോൾ കുറച്ചുകൂടി കുറയും എന്നാണ് വിചാരിക്കുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.